ഇന്റലിജൻസ് നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ജിംക്കയുടെ സെക്ഷൻ കേട്ടോ. ആന്റിക് ഷെയ്ഡിലുള്ള ജിംക്ക സെക്ഷൻ ആണ്. ഇത് ഇത്തിരി പ്രീമിയം ക്വാളിറ്റി ഉള്ള ഐറ്റം. നമുക്ക് നോർമൽ വരുന്ന റേഞ്ചിലുള്ള ഐറ്റംസ് അല്ല, കുറച്ച് ഹെവി റേഞ്ചിലുള്ള ഐറ്റം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് ഇല്ല, 450 ആണ് എല്ലാത്തിനും റേറ്റ് നമ്മൾ ഇട്ടേക്കുന്നത്. ചെറിയ വേരിയേഷൻസ് കൂടിയതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മളൊരു 450 തന്നെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഡിസൈനിന്റെ ക്ലാരിറ്റി അത്രയ്ക്കുണ്ട്, അതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ വരുന്നത്. ഈ ഒരു മോഡലിൽ ഒരു 9 സംതിങ് വരെ, ഒരു 1000 എബോ റേഞ്ചിനും വരാറുണ്ട് കേട്ടോ. ഇതൊരു ആവറേജ് സൈസ് ഉള്ളത് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചേക്കുന്നത്. ഒത്തിരി വലിപ്പമില്ല, ഇതിലും വലിപ്പം ഉള്ളതുകൊണ്ട് ഇതിൻ്റെയും ചെറുതുമുണ്ട്. ഇതൊരു മീഡിയം സൈസിൽ കുറച്ച് ഡിസൈൻസ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. കാരണം ഇത് കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ആവറേജ് സൈസിലുള്ള ഐറ്റംസ് ആണ് ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. കോമൺ ആയിട്ട് എപ്പോഴും നമുക്ക് മൂവ് ആകാറുള്ള ഒരു സൈസാട്ടോ ഇത്. അപ്പോൾ ഓരോന്നും കളേഴ്സ് ഡിഫറെൻ്റ് ആണ്, ഡിസൈനും ഡിഫറെൻ്റ് ആണ്. ഞാൻ അടുപ്പിച്ച് കാണിക്കാം. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. അതിൽ നമ്പർ കാണും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് വീഡിയോയിലാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ എല്ലാത്തിനും ഒരു നമ്പർ കാണും. ആ നമ്പർ കറക്റ്റായിട്ട് കാണുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് വൺ ഇതാട്ടോ. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം, കാരണം ഇതിൽ തന്നെ കളർ ചേഞ്ചസ് ഉണ്ട്. പിന്നെ റേറ്റ് എല്ലാം സെയിം തന്നെയാണ്, 450 ആണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇനി കളേഴ്സും ഡിസൈനും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാണുന്നേക്കാളും കുറച്ചുകൂടെ നല്ലൊരു ആന്റിക് ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ വർക്കിന്റെ ഫിനിഷിങ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അടുപ്പിച്ച് കാണിച്ചിരിക്കുന്നത്. ഭയങ്കര ക്ലാരിറ്റിയിലുള്ള ഒരു ഫിനിഷിംഗ് ആണ്. ഒറിജിനൽ നമ്മുടെ ഗോൾഡിൽ ചെയ്യുന്ന അതേ ഫിനിഷിംഗ് ആട്ടോ. അതിന് നിങ്ങൾക്ക് അടുപ്പിച്ച് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. നമ്മുടെ സാധാരണ വരുന്ന ഒരു ജിംക്കയുടെ ഒരു ഫിനിഷിംഗ് അല്ല, ഭയങ്കര ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ വരെ അത്ര കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. താഴത്തെ യൂസ് ചെയ്തേക്കുന്ന ആണ്ടും ക്രിസ്റ്റൽസ് ആണ്. സാധാരണ വരുന്ന പോലെ കുറഞ്ഞ മുത്തോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് ക്രിസ്റ്റൽ ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റോൺ ആണെങ്കിലും കൂടിയ സ്റ്റോൺ ആണ് കേട്ടോ. നമ്മുടെ AD സ്റ്റോണിൽ തന്നെ കളേർഡ് ആയിട്ട് വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിനും നമ്പർ ഇവിടെ കൊടുത്തേക്കാം, ശ്രദ്ധിച്ചോണേ. നമ്പർ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കണം. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്, ഡാർക്ക് ഗ്രീൻ്റെ ഷെയ്ഡ്. ഇതിന് റേറ്റ് 450 ആണ്. അടുത്ത് കാണാം. ഇതും സെയിമിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ഇതിലൊരു ഗോൾഡൻ സ്റ്റോൺ എന്ന് പറയാം കേട്ടോ. ഭയങ്കര വൈറ്റ് അല്ല, ഒരു ഗോൾഡൻ പോലത്തെ സ്റ്റോണ്. ഇതിനകത്ത് ആ ഒരു കല്ലിൻ്റെ ഭംഗി ശരിക്കും അങ്ങോട്ട് കാണത്തില്ല. സെയിം തന്നെ മുമ്പേ കാണിച്ച അതേ ഫിനിഷിങ് തന്നെ, കളറിൻ്റെ സ്റ്റോണിൻ്റെ കളറിന് മാത്രം ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. സെയിം റേറ്റ് തന്നെയാണ്. അടുത്ത് വരുന്നത് ഒരു റൂബി സ്റ്റോൺ കേട്ടോ. റൂബിയുടെ തന്നെ കുറച്ച് നമ്മുടെ സാധാരണ ഗോൾഡ് വരുന്ന പോലത്തെ ഷെയ്ഡാണ്. സാധാരണ വരുന്ന ഇങ്ങനെ മജന്ത പോലത്തെ, ഈ സാധാരണ കുറഞ്ഞ സ്റ്റോണിൽ വരുമ്പോഴത്തേനും കുറച്ച് മജന്ത കളർ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേനും ആ ഒരു കുറച്ച് വൈൻ മെറൂൺ, റെഡ് വൈൻ്റെ ഒക്കെ ഒരു ഷെയ്ഡില്ലേ, അതാണ് റൂബി എന്ന് പറഞ്ഞാൽ ശരിക്കും വരാറ്. ഒരു ഗോൾഡ് വരുന്ന അതേ ഷെയ്ഡിൽ തന്നെ ഇതും കൊടുത്തേക്കുന്നത്. നോർമലി ഇങ്ങനത്തെ ഐറ്റത്തിലൊക്കെ 3 ഷെയ്ഡ്സ് ആണ് കൂടുതൽ. 3ഉം വരാറുണ്ട്, പിന്നെ മൾട്ടി കളർ ആയിട്ട് വരാറുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡിസൈൻ്റെ അകത്ത് 3 ഷെയ്ഡ്സാണ് വന്നേക്കുന്നത്. സെയിം റേറ്റ് തന്നെയാണ്, 450. നമുക്ക് അടുത്ത ഡിസൈൻ വരുന്നത് ഇതാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ സൈസ് വലിപ്പമുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ചെറുതുപോലെ ഫീൽ ചെയ്യുന്നു. കുറച്ചുകൂടെ സൈസ് വലുതായിട്ട് കണക്ക് കൂട്ടണേ. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. പിന്നെ ആ ക്രിസ്റ്റൽസ് ഒക്കെ അടിപൊളി കേട്ടോ. ഭയങ്കര നല്ല ഫിനിഷിംഗ് ഉള്ള ക്രിസ്റ്റൽ സ്റ്റോൺസ് ആണ്. റൂബിയുടെ കളർ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. നല്ലൊരു കിളിക്കോടിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെയിം തന്നെ, 450. കളറൊക്കെ നിങ്ങളടുത്ത് കാണുന്നേക്കാളും കുറച്ചുകൂടെ ഫിനിഷിങ് കൂടുതലാട്ടോ. നല്ലൊരു ആൻറ്റിക് ഷെയ്ഡാണ്. ഇതിന് വരുന്നത് റൂബിക്ക് പകരം താഴെ പേളാട്ടോ കൊടുത്തേക്കുന്നത്. ഇതുപോലെ പേൾ ഡിസൈനാണ്. മേളിൽ വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട്. ഒത്തിരി വൈറ്റ് അല്ല, ഒരു ഗോൾഡൻ ടച്ച് വരുന്ന സൈസ് സ്റ്റോൺ ആണ്. ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ഡിസൈൻ മനസ്സിലാവും. ഇതാട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ജിമിക്ക കേട്ടോ. ഒരു ആവറേജ് സൈസുള്ള ജിമിക്കയാണ്. റേറ്റ് 450. നമുക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ആൻറ്റിക് ഷെയ്ഡാട്ടോ. ഇത് നമ്മുടെ സാറിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണുന്ന ആ ഷെയ്ഡ് ബാക്കിയുള്ളതിനൊക്കെ നേരിട്ട് കാണാൻ ഇതിന് കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരുവേ. അടിപൊളി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നിങ്ങൾ നോക്കി, അത്ര ഭംഗിയാണ് കാണാൻ. അപ്പം ഇതൊരു ആവറേജ് സൈസ് എന്ന് പറയാം കേട്ടോ. തീരെ ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള ജിംകാസ് ആണ്. ഗ്രീൻ ഷെയ്ഡിലുള്ള സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ രീതിയിൽ വരും. അപ്പോൾ ഇതിന് ഈ ഒരു സ്റ്റഡിന് പല ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്. റൗണ്ടിലുണ്ട്, ഈ ഒരു മാംഗോ ഡിസൈൻ ഉണ്ട്, അങ്ങനെ റൗണ്ടിൽ തന്നെ കുറച്ച് വലുപ്പത്തിൽ കൂടുതലുണ്ട്. അങ്ങനെ പല ഡിസൈനിൽ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കതും തന്നെ ഈ ഒരു വലിയ ജിമിക്ക് ഇടുന്നവർക്ക് എല്ലാം തന്നെ ചേരും. പിന്നെ ചിലരുടെ മുഖത്തിന് ചേരുന്ന അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തു. പിന്നെ ഇതൊക്കെ നമുക്ക് ഡെയിലി ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, ഫംഗ്ഷനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ നല്ല റേഞ്ചിലുള്ളത് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അത്രയും ഡിമാൻഡുള്ള ഐറ്റമാണ്. ഒരു രക്ഷയില്ലാത്ത ഡിസൈൻസുമാണ്. ഈ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടാൽ നമുക്ക് എടുക്കാതിരിക്കാൻ തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. ഇതിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ, 450. കാണിച്ച സെയിമിൻ്റെ തന്നെ പേളിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന കേട്ടോ. താഴെ സ്റ്റോൺ അല്ല, പേളാണ്. ബാക്കിയെല്ലാം സെയിം ഡിസൈൻ.
ഇതുപോലെ വരും. അപ്പോൾ ഇതിനും സെയിം ആണ്. അടുത്ത് നല്ല ഒരു ഡാർക്ക് ഗ്രീൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ആ സ്റ്റോണിൻ്റെ ഡിസൈൻ കളറും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത് നമുക്ക് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഭംഗി ശരിക്കും കിട്ടുള്ളൂ. ഇതിൻ്റെ ആ ഒരു സ്റ്റഡിന് കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ട്. ചിലർക്ക് ഇങ്ങനെ ആ ഒരു ചെവിയിലത് കറക്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് വലിപ്പമുള്ള സ്റ്റഡിനോടാണ് താല്പര്യം. ഇപ്പം അങ്ങനെയുള്ളവർക്ക് നല്ല ഐറ്റം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ കുറച്ച് ചെറുതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കേട്ടോ എല്ലാം. ഇതുപോലെ അതായത് നമ്മൾ സാരി ഒക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒരു വലിപ്പത്തിലുള്ള ഇടാറില്ലേ, ആ ഒരു വലിപ്പം. ഇതിൻ്റെ സെയിം ആണ്. അടുത്ത കളർ കാണാം. ഇപ്പൊ കണ്ട ആ സെയിമിന്റെ തന്നെ റൂബി ഷെയ്ഡാണ് കേട്ടോ. മെയിനായിട്ട് ഇതിന് ഇത്രയും റേറ്റ് വരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനത്രയും ഡീറ്റെയിലിംഗ് അത്ര കറക്റ്റ് ആയതുകൊണ്ടാണ്. ഗോൾഡിന്റെ സെയിം ഫിനിഷ്, പിന്നെ ആ ഒരു സ്റ്റോൺ യൂസ് ചെയ്തേക്കുന്നത്, അതിന്റെ ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചാണ് റേറ്റ് കൂടുതലും കുറവൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു, അത്രയും ഫിനിഷിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. അത്രയും നല്ല ഭംഗിയുള്ള ഐറ്റം. അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. നമ്പർ ചേർത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് അയക്കണം. വേറെ ഒന്നും പറയാനില്ല. എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ, ഇത് കളറൊന്നും പോകത്തില്ല കേട്ടോ. മെയിനുള്ള എല്ലാവരുടെയും സംശയമായിട്ടായിരിക്കും. ഈ ഒരു ആൻറ്റിക് ഷെയ്ഡിന് പ്രത്യേകിച്ച് അങ്ങനെ കളറിന് കംപ്ലയിൻറ്റ് വരാറേ ഇല്ല. നമ്മൾ ഡെയിലി ഒന്നും ഉപയോഗിക്കുന്ന സാധനമല്ലോ, അങ്ങനെ കളർ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ധൈര്യമായിട്ട് എടുത്തു. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഒത്തിരി നാളത്തിന് ഇരിക്കുന്ന ഐറ്റം കേട്ടോ. അങ്ങനെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അത്രയും ഫിനിഷിങ്ങോടെ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.